കടുത്ത ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മുന്നോട്ടു പോക്ക് വൻ പ്രതിസന്ധിയിലെന്ന് ധനവകുപ്പ്. അടിയന്തരമായി നടപ്പിലാക്കേണ്ട പദ്ധതികൾ പോലും മുടങ്ങുമെന്നും ധനവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ നേരിൽ കാണും. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി കടമെടുത്ത ശമ്പളം നൽകേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനം. ഓണക്കാലത്ത് പ്രതിസന്ധി നേരിടാനും 4200 കോടി സർക്കാർ കടമെടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കടമെടുക്കാൻ അടിയന്തര അനുമതി നൽകിയതാണ് സംസ്ഥാനത്തിന് ആശ്വാസമായത്. പക്ഷേ വരും മാസങ്ങളിൽ സർക്കാർ നേരിടാൻ പോകുന്നത് വൻ പ്രതിസന്ധിയാണ്. ഈ സാഹചര്യത്തിലാണ് കടുത്ത ചെലവ് ചുരുക്കൽ വേണമെന്ന ആവശ്യം ധനവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഇല്ലെങ്കിൽ നിലവിലുള്ള പദ്ധതികൾ പോലും വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നാണ് ധനവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. മുഖ്യമന്ത്രിയോട് തന്നെ ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇക്കാര്യം വിശദീകരിക്കും. സഹകരണ സംഘങ്ങളിൽ നിന്നും 1000 കോടി സമാഹരിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നുണ്ടെങ്കിലും വിജയിച്ചിട്ടില്ല. അതേസമയം ഒരു വശത്ത് ധൂർത്തും യഥേഷ്ടം തുടരുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും സാധാരണക്കാരെ പിഴിയാൻ സർക്കാർ തയ്യാറാകുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.